Students, welcome to the class. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? DC കൺവേർട്ടറിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ DC കൺവേർട്ടർ എന്താണ്? ഒരു DC കൺവേർട്ടർ എന്താണ്? DC കൺവേർട്ടർ അല്ലേ? ടൈപ്സ് ഓഫ് DC കൺവേർട്ടർ, ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അടുത്തത് കൺട്രോൾ സ്ട്രാറ്റജീസ് ഇൻ DC കൺവേർട്ടർ. കൺട്രോൾ സ്ട്രാറ്റജീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൺട്രോൾ സ്ട്രാറ്റജീസ്, കൺട്രോൾ സ്ട്രാറ്റജി മീൻസ് ടു കൺട്രോൾ ദി വോൾട്ടേജ്. വോൾട്ടേജ് മീൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത്? അപ്പോൾ DC കൺവേർട്ടർ എന്താണ്? നമ്മളൊരു ഫിക്സഡ് DC കൊടുക്കുന്നു, ഔട്ട്പുട്ടിൽ വാരിയിങ് DC കിട്ടുന്നു അല്ലേ? ഔട്ട്പുട്ടിൽ വാരിയിങ് DC വോൾട്ടേജ് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യണം? കൺട്രോളബിൾ ആയിരിക്കണം. വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? എങ്ങനെയാണ് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത്? അപ്പോൾ അതിന് രണ്ട് ടൈപ്സാണുള്ളത്. രണ്ട് വേയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ആ 2 മെത്തേഡ്സ്? ഫസ്റ്റ് വൺ ടൈം റേഷ്യോ കൺട്രോൾ. ടൈം റേഷ്യോ കൺട്രോൾ. സെക്കൻഡ് വൺ കറണ്ട് ലിമിറ്റ് കൺട്രോൾ. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടൈം റേഷ്യോ കൺട്രോൾ. ടൈം റേഷ്യോ ആ ഒരു ടേമിൽ തന്നെയുണ്ട്. എന്താണ് ടൈം റേഷ്യോ? ടൈം റേഷ്യോൻ്റെ ഈസ് ഈക്വൽ ടു ഡ്യൂട്ടി റേഷ്യോ. ടൈം റേഷ്യോ മീൻസ് ഡ്യൂട്ടി റേഷ്യോ. ഡ്യൂട്ടി റേഷ്യോ D ഈസ് ഈക്വൽ ടു എന്താണ്? T ഓൺ ഡിവൈഡ് ബൈ T ആണ്. ഇതാ T ഓൺ ഡിവൈഡ് ബൈ T ആണ്. T ഓൺ ഡിവൈഡ് ബൈ T. അപ്പോൾ T ഓൺ മീൻസ് സ്വിച്ച് ഓൺ ആകുന്ന ടൈം ഇൻസ്റ്റൻ്റ് ആണ് T ഓൺ. സ്വിച്ച് ഓൺ ആകുന്ന ടൈം ഇൻസ്റ്റൻ്റ് ആണ് T ഓൺ. T എന്ന് വെച്ചാൽ ടോട്ടൽ ടൈം. T എന്താണ്? ടോട്ടൽ ടൈം. T ഈസ് ഈക്വൽ ടു ഓൺ ടൈം പ്ലസ് ഓഫ് ടൈം. T എന്ന് വെച്ചാൽ ടോട്ടൽ ടൈമാണ്, ഓൺ ടൈം പ്ലസ് ഓഫ് ടൈമാണ് T. അപ്പം ഡ്യൂട്ടി റേഷ്യോ എന്താണ്? ഓൺ ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഓൺ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ് ഡ്യൂട്ടി റേഷ്യോ. അപ്പോൾ ഈ ഡ്യൂട്ടി റേഷ്യോ വാരി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഡ്യൂട്ടി റേഷ്യോ വാരി ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോളബിൾ ആവുന്നത്. അപ്പം എങ്ങനെയാണ് ഡ്യൂട്ടി റേഷ്യോ വാരി ആകുന്നത്? എങ്ങനെയാണ് ഡ്യൂട്ടി റേഷ്യോ ചേഞ്ച് ആകുന്നത്? അപ്പം അതിൽ തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഓപ്പറേഷൻ. ഹിയർ ഇൻ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസി എന്താക്കുന്നു? കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പം ഡ്യൂട്ടി റേഷ്യോ വാരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഫ്രീക്വൻസി എന്താവുന്നില്ല? ചേഞ്ച് ആവുന്നില്ല. ഫ്രീക്വൻസി എപ്പോഴും കോൺസ്റ്റൻ്റ് ആവുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഈ അടുത്ത ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഡ്യൂട്ടി റേഷ്യോ K ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. K ഈസ് ഈക്വൽ ടു 0.25. ഫസ്റ്റ് ഫിഗർ നോക്കുക. ഫസ്റ്റ് ഫിഗർ ശ്രദ്ധിക്കൂ. ഫസ്റ്റ് ഫിഗറിൽ എന്താണ് കാണിച്ചത്? K ഈസ് ഈക്വൽ ടു 0.5. അതായത് ഡ്യൂട്ടി റേഷ്യോ എന്താണ്? 0.25 ആണ്. അപ്പോൾ ഇവിടെ T ഓണും T ഓഫും ടൈം ഇൻസ്റ്റൻറ്റ് ശ്രദ്ധിക്കുക. T ഓൺ എന്താണ്? ചെറിയ ടൈം ഇൻസ്റ്റൻ്റ് ആണല്ലേ? T ഓൺ എന്താണ്? സ്മോൾ ടൈം ഇൻസ്റ്റൻ്റ് ആണ്. T ഓഫ് എന്താണ്? ഹയർ ആണ്. ടൈം ഇൻസ്റ്റൻറ്റ് കൂടുതലാണ് അവിടെ. അപ്പോൾ ഓൺ ആവുന്ന ടൈം ഇൻസ്റ്റൻറ്റ് എന്താണ്? ജസ്റ്റ് 25% മാത്രമേ ഉള്ളൂ. ഓൺ ആകുന്ന ടൈം ഇൻസ്റ്റൻറ്റ് എന്താണ്? 25% മാത്രമേ ഉള്ളൂ. ഓഫ് ആകുന്ന ടൈം ഇൻസ്റ്റൻറ്റ് എത്രയായി? 75% ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഡ്യൂട്ടി റേഷ്യോ K ഈസ് ഈക്വൽ ടു എന്താണ്? ഓൺ ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഓൺ ടൈം എന്താണ്? 0.25 അല്ലേ? ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എന്തായി? 1 ആയി.
അപ്പം 100% എടുത്താൽ 25% മാത്രമേ എന്താവുന്നുള്ളൂ, ഓൺ ആവുന്നുള്ളൂ. അപ്പോൾ അതാണ് ഡ്യൂട്ടി റേഷ്യോ ഫസ്റ്റത്തെ ഫിഗറിൽ കാണിച്ചത് K is equal to 0.25 എന്ന് കാണിച്ചത്. ഇനി സെക്കൻഡ് ഫിഗർ ശ്രദ്ധിക്കുക. അവിടെ എന്താണ്, K is equal to 0.75 ആണ് അല്ലേ. K is equal to 0.75 ആണ്. മീൻസ് ഓൺ ടൈം ആണ് കൂടുതൽ അല്ലേ. ഓൺ ടൈം 75% ഉണ്ട്. 75% ഓൺ ടൈമാണ്. ഓഫ് ടൈം 25% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൺ ടൈമാണ് അവിടെ കൂടുതൽ. അപ്പോൾ രണ്ട് കേസസ് നോക്കുക. അപ്പോൾ ഒരു ഫുൾ സൈക്കിൾ നോക്കുക. ഒരു ഫുൾ സൈക്കിൾ നോക്കിയാൽ എന്താണ് അവിടെ ഉള്ളത്, ഫ്രീക്വൻസി ചേഞ്ച് ആവുന്നുണ്ടോ? ഫ്രീക്വൻസി ചേഞ്ച് ആവുന്നില്ല. ഫ്രീക്വൻസി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ വിഡ്ത്ത് അല്ലേ, സ്വിച്ച് ഓൺ ആകുന്നതും ഓഫ് ചെയ്യുന്നതും വിഡ്ത്താണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. വിഡ്ത്ത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ബൈ വാരിയിങ് ദി ഡ്യൂട്ടി റേഷ്യോ അല്ലേ. ഡ്യൂട്ടി റേഷ്യോ വാരി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഓൺ ടൈം ഇൻസ്റ്റൻറ്റും ഓഫ് ടൈം ഇൻസ്റ്റൻറ്റും ചേഞ്ച് ആകുന്നു അല്ലേ. ബട്ട് എന്താണ് ഇതിൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഡ്യൂട്ടി റേഷ്യോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്യൂട്ടി റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ടി റേഷ്യോ ചേഞ്ച് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജും ചേഞ്ച് ആകും. ഡ്യൂട്ടി റേഷ്യോ ചേഞ്ച് ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ആകുന്നു. ഇതാണ് ടൈം റേഷ്യോ കൺട്രോൾ ഇൻ കോൺസ്റ്റൻ്റ് ഫ്രീക്വൻസി. ഇനി പറയാനുള്ളത് ടൈം റേഷ്യോ കൺട്രോളിൽ തന്നെ വേരിയബിൾ ഫ്രീക്വൻസി ഓപ്പറേഷനാണ് പറയേണ്ടത്. വേരിയബിൾ ഫ്രീക്വൻസി അല്ലേ, ഒരു ഹാഫ് സൈക്കിൾ. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫിഗർ നോക്കിയേ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ T1 കാണിച്ചിട്ടുണ്ട്, ഓഫ് ടൈമും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺ ടൈം കുറവായിരിക്കും, ഓഫ് ടൈം കൂടുതലായിരിക്കും അല്ലേ. സെക്കൻഡ് ഫിഗർ നോക്കുക, ഓൺ ടൈം കൂടുതലാണ്, ഓഫ് ടൈം അതിനേക്കാൾ കുറവാണ് അല്ലേ. അപ്പം ഈ ഓരോ കേസസിലും എല്ലാ ഫിഗറും ശ്രദ്ധിക്കുക. ഓരോ കേസസിലും ഡ്യൂട്ടി റേഷ്യോ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ എന്താണ്, ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് അല്ല, ഫ്രീക്വൻസിയും വേരി ചെയ്യുന്നു. ഡ്യൂട്ടി റേഷ്യോ ചേഞ്ച് ആകുന്നു, ഫ്രീക്വൻസി. അപ്പോൾ ഡ്യൂട്ടി റേഷ്യോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്യൂട്ടി റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ടി റേഷ്യോ ചേഞ്ച് ആകുന്ന ടൈമിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ആകുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് കോൺസ്റ്റൻ്റ് ഫ്രീക്വൻസി ഓപ്പറേഷനാണ്. സെക്കൻഡ് കേസിൽ വേരിയബിൾ ഫ്രീക്വൻസി ഓപ്പറേഷനാണ് പറഞ്ഞത്. ഇനിയുള്ളത് സെക്കൻഡ് ടൈപ്പ് ഓഫ് കൺട്രോൾ, അതാണ് കറണ്ട് ലിമിറ്റ് കൺട്രോൾ. ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് പഠിച്ചത്, ടൈം റേഷ്യോ കൺട്രോൾ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യാൻ വേണ്ടി പറ്റും ബൈ യൂസിങ് ടൈം റേഷ്യോ കൺട്രോൾ അല്ലേ. സെക്കൻഡ് വൺ കറണ്ട് ലിമിറ്റ് കൺട്രോൾ. കറണ്ടിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. കറണ്ടിനെ ലിമിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം എങ്ങനെയാണ്, ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ ഫസ്റ്റത്തെ ഫിഗർ ഷോൺ ചെയ്തത് കറണ്ടിൻ്റെ ഗ്രാഫാണ്. അപ്പം കറണ്ട് എന്ന് വെച്ചാൽ ഒരു മിനിമം വാല്യൂന്ന് എന്ത് ചെയ്യുന്നു, മാക്സിമം വാല്യൂയിലേക്ക് അല്ലേ. എന്ന് വെച്ചാൽ ഒരു മിനിമം വാല്യൂവിൽ നിന്ന് മാക്സിമം വാല്യൂയിലേക്ക് ചേഞ്ച് ആകുന്നു അല്ലേ. അതാണ് കറണ്ട് എന്ന് വെച്ചാൽ മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് ചേഞ്ച് ആകുന്നു. ആ ടൈമിൽ എന്ത് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ആകുന്നു. ആ ടൈമിലാണ് സ്വിച്ച് ഓൺ ആകുന്നത്. ഇനി ആ കറണ്ട്
ആ മാക്സിമം വാല്യൂന്ന് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് ഡിക്രീസ് ചെയ്യുന്ന ടൈം, മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് ഡിക്രീസ് ചെയ്യുന്ന ടൈം നോക്കുക. ആ ടൈമിൽ സ്വിച്ച് ഓഫായിരിക്കും. അപ്പോൾ സ്വിച്ച് ഓൺ ആകുന്ന ടൈം ഉണ്ട് അല്ലേ, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ടൈമാണ് സ്വിച്ച് ഓൺ ആകുന്ന ടൈം. കറണ്ട് ഡിക്രീസ് ആവുന്ന ടൈമാണ് സ്വിച്ച് ഓഫ് ടൈം. അപ്പോൾ ഓൺ ആകുന്ന ടൈം ഇൻസ്റ്റൻറ്റും ഉണ്ട്, ഓഫ് ആകുന്ന ടൈം ഇൻസ്റ്റൻറ്റും ഉണ്ട്. അപ്പം ഈ ഒരു കറണ്ടിനെ ലിമിറ്റ് ചെയ്താൽ, കറണ്ടിൻ്റെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ് ടൈം ലിമിറ്റ് ചെയ്താൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്വിച്ച് ഓൺ ആകുന്ന ടൈമും സ്വിച്ച് ഓഫ് ടൈമും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ടൈമും ഡിക്രീസ് ചെയ്യുന്ന ടൈമും ലിമിറ്റ് ചെയ്താൽ, കറണ്ടിനെ ലിമിറ്റ് ചെയ്താൽ സ്വിച്ച് ഓൺ ആ കറസ്പോണ്ടിങ് ടൈമിൽ അല്ലേ, ആ കറസ്പോണ്ടിങ് ടൈമിൽ സ്വിച്ച് ഓൺ ആകുന്ന ആ ടൈമും ഓഫ് ചെയ്യുന്ന ടൈമും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണിത്? വിഡ്ത്ത് തന്നെയല്ലേ, ഡ്യൂട്ടി റേഷ്യോ തന്നെയല്ലേ ഇങ്ങനെയാവുന്നത്. അപ്പം ഡ്യൂട്ടി റേഷ്യോ തന്നെയാണ് ഇത്. പക്ഷെ എങ്ങനെ? കറണ്ടിനെ ലിമിറ്റ് ചെയ്തിട്ടാണ് ഡ്യൂട്ടി റേഷ്യോ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂട്ടി റേഷ്യോ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് വോൾട്ടേജും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് കറണ്ട് ലിമിറ്റ് കൺട്രോൾ. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനുള്ള 2 ടൈപ്സാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ടൈം റേഷ്യോ കൺട്രോൾ, സെക്കൻഡ് വൺ കറണ്ട് ലിമിറ്റ് കൺട്രോൾ. അപ്പോൾ ടൈം റേഷ്യോ കൺട്രോൾ തന്നെ 2 ടൈപ്സ് ഉണ്ടായിരുന്നു, കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഓപ്പറേഷനും വേരിയബിൾ ഫ്രീക്വൻസി ഓപ്പറേഷനും. അപ്പോൾ ഇത്രയും രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കൺട്രോൾ ടെക്നിക്സ്. ഔട്ട്പുട്ട് വോൾട്ടേജിനെ DC കൺവേർട്ടറിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനുള്ള 2 ടെക്നിക്സാണ് ഇത്. ഓക്കെ സ്റ്റുഡൻസ്.